മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ ഉടലെടുത്ത തർക്കം പരിഹരിക്കാനുള്ള ചർച്ചയ്ക്കായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂരിലെത്തി. DCC ഓഫീസിലാണ് തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം തെളിവെടുക്കുക. തെളിവ് നൽകാൻ MK രാഘവനെതിരെ ആരോപണം ഉന്നയിച്ചവരും മാടായി കോളേജ് ഡയറക്ടർമാരും എത്തി. പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്നായിരുന്നു കണ്ണൂരിലെത്തിയപ്പോൾ തിരുവഞ്ചൂർ പ്രതികരിച്ചിരുന്നത്. സമിതി ഞങ്ങൾ എല്ലാവരെയും ഒന്ന് കാണും, കണ്ടിട്ട് അവരുടെ അഭിപ്രായം തേടും. എന്താണെന്നുള്ളത് ഞങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. പുറത്ത് പറയാൻ പറ്റുന്ന സമയത്ത് നിങ്ങളെ എല്ലാ വിവരം അറിയിക്കുകയും ചെയ്യും. ഇപ്പം ഞങ്ങൾ കാണാനായിട്ട് മാത്രമാണ്. വരട്ടെ, ഇതോ ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചല്ലേ മതിയാവും. പക്ഷേ എല്ലാവരുടെ ഒപ്പീനിയൻ കേൾക്കും. അഭിപ്രായം കേട്ടതിന് ശേഷം ഞങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടേതായ നിർദ്ദേശം പറയും. അത് കഴിഞ്ഞ് നിങ്ങളുടെ വിവരം പറയും. എന്തോ ചർച്ച ചെയ്യേണ്ടവരെല്ലാവരും ആയിട്ട് ചർച്ച ചെയ്യും. വരട്ടെ, ഡീറ്റെയിൽസ് പിന്നെ പറയാം. നമുക്കിനിപ്പോൾ ഡീറ്റെയിൽസ് എല്ലാ ആളുകളോടും സംസാരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിൻ്റെ ലീഡേഴ്സല്ലേ, അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചല്ലേ മതിയാവും. അതൊക്കെ സംസാരിച്ചിരിക്കും. പക്ഷേ ഇപ്പം ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ 2:30 മണിക്ക് യോഗ ആയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇരിക്കും, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. കേട്ടതിന് ശേഷം രമ്യമായി മുന്നോട്ട് പോകാനുള്ള നടപടിയിലേക്ക് പോകാം. രമ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ മിഷൻ ഉണ്ട്. അത് ഡിവൈഡ് ചെയ്യല്ല, അത് ഒരുമിച്ച് പോകണമെന്നുള്ളതാണ്. അതിന് പറ്റുന്ന സഹായകരമായ ഒരു നിലപാട്, അതാണ് ഞങ്ങൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളും ആ ലക്ഷ്യത്തിലോട്ടാണ് പോകും. അതൊക്കെ ഡീറ്റെയിൽസാണ്. പ്രതിപക്ഷ നേതാവ് ഒരു ചെറിയ പ്രാദേശിക വിഷയമാണെന്നാണ് പറഞ്ഞത്. വരട്ടെ, അദ്ദേഹം പറഞ്ഞല്ലോ, ഒക്കെ വരട്ടെ, പിന്നീട് പറയാം. എന്നത്തേക്ക് റിപ്പോർട്ട് കൊടുക്കും? വരട്ടെ, ആളുകളെ കാണുന്നതിന് മുമ്പ് റിപ്പോർട്ട് എപ്പം കൊടുക്കുന്നവരാ, എപ്പം ജനിക്കുമെന്ന് ചോദിക്കുന്നതിന് തുല്യമായിരിക്കും. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ തർക്കമുണ്ടാവുകയും ഈ പ്രവർത്തകർ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള 3-അംഗ സംഘം ഇപ്പോൾ കണ്ണൂരിലെത്തിയിരിക്കുന്നത്. ആരൊക്കെയാണ് തിരുവഞ്ചൂരിനൊപ്പം ഉള്ള മറ്റു 2 പേർ? ഇപ്പോൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണന്തോ, ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ 3-അംഗ സമിതിയാണ് ഇപ്പോൾ മാടായി കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. അല്പം മുമ്പാണ് കണ്ണൂർ DCC ഓഫീസിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയത്. അതിനുശേഷം ഈ നേരത്തെ MK രാഘവനെതിരെ പരാതി നൽകിയ ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. MK രാഘവൻ MP-യുടെ കോലം കത്തിക്കുകയും അദ്ദേഹത്തെ തടയുകയും ഒക്കെ ചെയ്തതിന് ശേഷം പാർട്ടിയിൽ നിന്നും നടപടിക്ക് വിധേയരായ ഉൾപ്പെടെ ഇപ്പോൾ DCC ഓഫീസിൽ എത്തി തെളിവ് നൽകുകയാണ്. അവർ പറയുന്നത് ഈ മാടായി കോളേജിൽ നടന്ന നിയമനങ്ങളെല്ലാം തന്നെ പരിശോധിക്കണം എന്നൊരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം അവിടെ കോഴ വാങ്ങി നിയമനം നടത്തി എന്നുള്ളൊരു പരാതി നേരത്തെ ഇവർ പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നു. ആ പരാതി അതേപടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മുൻപാകെയും ഉന്നയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത്. ആ രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാടായി കോളേജിലെ ഡയറക്ടർമാരോടും തെളിവ് നൽകുന്നതിന് വേണ്ടി ഈ സമിതിക്ക് മുമ്പാകെ ഹാജരാകാൻ പറഞ്ഞിരുന്നു. അവരും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആദ്യം ഈ പരാതിക്കാരുടെ കാര്യങ്ങൾ കേൾക്കുക എന്നതാണ് ഇപ്പോൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്യുന്നത്. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് ഉൾപ്പെടെയുള്ളവരുമായി ആദ്യം ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഈ സതീഷ് കുമാർ ഉൾപ്പെടെയുള്ള മണ്ഡലം ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു. അതിൽ അന്ന് നടപടിക്ക് വിധേയരായ 5 പേരും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡയറക്ടർമാരും തെളിവ് നൽകുന്നതിന് വേണ്ടി DCC ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അവരുമായി അല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ചർച്ചയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കോൺഗ്രസിലെ പ്രശ്നം, MK രാഘവൻ MP ചെയർമാനായ മാടായി കോളേജിൽ നടന്ന നിയമനം, അവിടെ CPM പ്രവർത്തകർക്ക് നിയമനം നൽകി കോൺഗ്രസ് ആവശ്യപ്പെട്ട ആളുകൾക്കൊന്നും നിയമനം നൽകാതെ സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ നിയമനങ്ങൾ നൽകിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രൂപ്പിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി
തുടർന്നായി MK രാഘവൻ MP-ക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് MK രാഘവൻ MP-യെ തടഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചു, അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഇതെല്ലാം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി. അതിനിടയിലാണ് പഴയങ്ങാടിയിലും പയ്യന്നൂരിലും പരസ്പരം ഏറ്റുമുട്ടുന്ന, തെരുവിൽ തള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നത്. അതോടുകൂടിയാണ് മൂന്നംഗ സമിതിക്ക് KPCC രൂപം നൽകിയത്. KPCC പ്രസിഡന്റ് K. സുധാകരന്റെ നിർദ്ദേശപ്രകാരമാണ് അച്ചടക്ക സമിതിയുടെ ചെയർമാൻ കൂടിയായ, കൺവീനർ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ K. ജയന്ത്, അബ്ദുൾ മുത്തലിബ് എന്നിവരാണ് ഈ സമിതിയിലുള്ളത്. മൂന്നുപേരും ഉച്ചയോടുകൂടിയാണ് കണ്ണൂരിലെത്തിയത്. അങ്ങനെ 2:30 ഈ മൂന്നുപേരും കണ്ണൂർ DCC ഓഫീസിലേക്ക് വരികയും ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ MK രാഘവൻ MP-യുടെ പരാതിയും ഇവർ കേൾക്കും. കാരണം MK രാഘവന് വലിയ പരാതിയുണ്ട്. കണ്ണൂരിലെ DCC നേതൃത്വമാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തകരെ ഇളക്കി വിട്ട് പിന്നിൽ കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവരാണ് എന്നാണ് MK രാഘവന്റെ പരാതി. പക്ഷെ അത് DCC നേതൃത്വം തള്ളുകയാണ്. അത്തരത്തിലുള്ള ഒരു കാര്യവും DCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രാദേശികമായി പ്രവർത്തകർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഈ മാടായി കോളേജിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കണ്ണൂർ DCC. ആ നടപടി ശരിയായില്ല. അതിൽ ഏറ്റവും കണ്ണൂർ DCCയെ ചൊടിപ്പിച്ച ഒരു കാര്യം, ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു, ഇന്റർവ്യൂ നടന്ന് ആ ദിവസം തന്നെ ഈ റാങ്ക് ലിസ്റ്റ് പോലും പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള നിയമനം, ആ 3 പേർക്ക് നിയമനം നൽകിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് DCC പറയുന്നത്. അതായത് DCCയോട് ഒരു അഭിപ്രായം പോലും ഈ ഭരണസമിതിയോ MK രാഘവൻ MP-യോ ചോദിച്ചിരുന്നുവെങ്കിൽ തങ്ങളുടെ അഭിപ്രായം പറയുമായിരുന്നു എന്നാണ് DCC നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്നാലും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും ഈ കമ്മിറ്റിക്ക് മുമ്പാകെ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ MK രാഘവൻ MP-ക്കെതിരെ കടുത്ത വിമർശനം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് വ്യത്യാസമന്യേ കണ്ണൂർ ജില്ലയിലെ ആകെ MK രാഘവൻ MP-ക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പായിരിക്കും എന്തായാലും ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണ നേതൃത്വത്തിൽ നടത്തുക. ഇതിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കണ്ണൂരിലെ A ഗ്രൂപ്പിന്റെ നേതാക്കളടക്കം ഈ MK രാഘവൻ MP-യുടെ ഈ നടപടിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ചടക്ക സമിതിക്ക് മുമ്പാകെ വലിയ തോതിലുള്ള പരാതികൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ MK രാഘവൻ MP-ക്കെതിരെ പരാതി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാകും ഈ സമിതി പരിശോധിക്കുക. എന്തായാലും നൽകിയ നിയമനങ്ങൾ അത് റദ്ദാക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഇനി അടുത്ത നിയമനം മുതൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെ നോക്കുക എന്നുള്ള രീതിയിലേക്ക്, ഒരു സമവായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് മാത്രമായിരിക്കും ഈ കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയുക. അതുതന്നെ ആയിരിക്കും കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അടുത്ത നിയമനം മുതൽ DCCയുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി ഒരു നിരീക്ഷണത്തിൽ മാത്രം നിയമനങ്ങൾ നടത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് MK രാഘവൻ അംഗീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും ഈ അന്വേഷണ ഇത്തരത്തിലുള്ള സമിതിയോട് തന്നെ MK രാഘവന് വലിയ താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് തങ്ങളെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ സമിതിയുമായി MK രാഘവനും അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളും സഹകരിക്കും എന്ന കാര്യവും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ പ്രശ്നം പരിഹരിക്കണമെന്ന് KPCCയും AICCയും MK രാഘവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചക്ക് അദ്ദേഹം തയ്യാറായേക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണാം എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം കണ്ണൂരിൽ എത്തിയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ രമ്യമായി പരിഹരിക്കും, അതിനുള്ള ചർച്ചകൾ തുടങ്ങുകയാണ് എന്ന് അദ്ദേഹം 12:30 കണ്ണൂരിൽ എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞത് ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണേന്ദു.